നമസ്കാരം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ 500% താരിഫ് ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള അപ്ഡേറ്റ് വന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി വീക്കിലി ബേസിസിൽ 2.6% ഇടിഞ്ഞു. നിഫ്റ്റി വീക്കിലി ബേസിസിൽ 2.6% ഇടിഞ്ഞതോടുകൂടി മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കും ഷോർട്ട് ടൈമിൽ ബിയറിഷിലേക്ക് മാറി. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോഴും ഇൻടാക്റ്റ് തന്നെയാണ്. ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേണാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹയർ ലോയുടെ സപ്പോർട്ടിനടുത്തായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 26,150 പ്രധാന റെസിസ്റ്റൻസും 25,850 പ്രധാന സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നു. ഇനി ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. ഡിമാർട്ട് 3,807 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ 52 വീക്ക് ലോ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കുന്നു. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 90. ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന്, അതായത് ശനിയാഴ്ച പുറത്തു വന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 18% വർദ്ധിച്ച് 885 കോടിയായി മാറി. കമ്പനിയുടെ റവന്യൂവിലും വർധനവുണ്ടായിട്ടുണ്ട്. റവന്യൂ 13% വർദ്ധിച്ച് 15,972 കോടിയിൽ നിന്നും 18,100 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 723 കോടിയിൽ നിന്നും 855 കോടിയിലേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ 4.5% നിന്നും 4.7%ലേക്ക് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും കമ്പനിയുടെ എക്സ്പെൻസിലും വർധനവുണ്ടായി. എക്സ്പെൻസ് 13% വർദ്ധിച്ച് 16,942 കോടിയിലേക്ക് എത്തുകയും ടോട്ടൽ ഇൻകം 13.25% വർദ്ധിച്ച് 18,117 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ മാനേജ്മെൻറ്റിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കമ്പനിയുടെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറും മാറിയിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച അവന്യൂ സൂപ്പർമാർട്ട് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് 3,450 സപ്പോർട്ടുണ്ട്. ഇവിടെ ബോട്ടം ലെവലിൽ നിന്നും അപ്സൈഡിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരു പാറ്റേണാണ് സ്റ്റോക്കിൽ കാണുന്നത്. രണ്ടാമത്തേത് ഡിഫൻസ് സെക്ടറിലെ ഒരു പ്രമുഖ സ്റ്റോക്കായ അസ്ട്ര മൈക്രോവേവ് ആണ്. 988 രൂപ സ്റ്റോക്കിൻ്റെ വില. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 58.27. അസ്ട്ര മൈക്രോവേവ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും 275 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ടാണ് സ്റ്റോക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ഫ്ലീറ്റുകളെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് സെൻട്രിക് അപ്ഗ്രേഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. കൂടാതെ SDR അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ MiG-29 എന്ന ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനും കമ്പനിക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഈ ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. SDR, MiG-29, LCA, Mark 1 തുടങ്ങിയവയിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡറും അസ്ട്ര മൈക്രോവേവ് എന്ന കമ്പനിക്ക് ലഭിച്ചു. അസ്ട്ര മൈക്രോവേവ് എന്ന കമ്പനി പ്രധാനമായും ഡിഫൻസ് എയറോസ്പേസ് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് നടത്തുന്ന കമ്പനിയാണ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 5% ഇടിഞ്ഞ് 23 കോടിയായി. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 5% ഇടിഞ്ഞ് 23 കോടിയും റവന്യൂ 6% ഉയർന്ന് 214 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ സ്റ്റോക്കിന് 900 അടുത്ത് സപ്പോർട്ടുണ്ട്. അവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 1000 മുകളിൽ 1000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നുണ്ട്. 1000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 1100, 1200 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. അതേസമയം 900 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്